വലിയ ആവശ്യത്തിൽ തന്നെയാണ് UDF ക്യാമ്പ് ഉള്ളത് കാരണം ഇത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരുകാർ കണ്ടിട്ടില്ല. ആ തരത്തിലുള്ള ആവേശം പ്രത്യേകിച്ച് ഇന്നലെ ഈ വാഹന പര്യടനം പഞ്ചായത്ത് തലത്തിലുള്ള വാഹന പര്യടനമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊപ്പം സാധാരണ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി എത്തുന്നതിന് ഓരോ പോയിന്റുകൾക്ക് മുൻപിലും പ്രസംഗമൊക്കെ നടത്താറുണ്ട്. സാധാരണ ഒരു പ്രാദേശികമായ ആൾക്കാരൊക്കെ ആയിരിക്കും അവിടെ വന്ന് പ്രസംഗമൊക്കെ നടത്തി പോകാറുള്ളത്. പക്ഷേ ഇവർക്കിപ്പോൾ KPCCയുടെ മുതിർന്ന നേതാക്കളൊക്കെയാണ് ഇത്തരത്തിൽ പ്രസംഗവുമായി വരുന്നത്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ പുതിയ നിര PC വിഷ്ണുനാഥ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, PK ഫിറോസ് ഉൾപ്പെടുന്ന പുതിയ നിരയാണ് സ്ഥാനാർത്ഥിക്ക് ഒപ്പം ഈ പഞ്ചായത്ത് തലത്തിലുള്ള ഈ വാഹന പര്യടനത്തിലൊപ്പമുള്ളത്. ആ ഒരു ആവേശം പ്രവർത്തകർക്കിടയിൽ തന്നെ സാധാരണ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. എന്തായാലും ഇന്നും സ്ഥാനാർത്ഥി പഞ്ചായത്ത് തലത്തിലുള്ള വാഹന പര്യടനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രാവിലെ 9 മണിക്ക് അമരമ്പലം പഞ്ചായത്തിലാണ് ഷൗക്കത്തിന്റെ വാഹന പര്യടനം. അത് അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് ചുങ്കത്തറ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നുണ്ട്. K സുധാകരൻ MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആ തരത്തിൽ വളരെ ആവേശത്തോടു കൂടി UDFന്റെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ച് PV അൻവർ ഉയർത്തുന്ന പ്രത്യേകിച്ചുള്ള ഈ വിവാദങ്ങൾ, ചർച്ചകൾ, അതിൽ നിന്നൊക്കെ തന്നെ ശ്രദ്ധ കൊടുക്കാതെ തങ്ങളുടെ സ്ഥാനാർത്ഥി, തങ്ങളുടെ സർക്കാരിനെതിരെയുള്ള വികാരം അത് പരമാവധി വോട്ടാക്കി മാറ്റാനാണ് നിലവിൽ UDFന്റെ ശ്രമം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിനൊപ്പം തന്നെ ഈ അൻവർ നടത്തുന്ന പല തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അൻവറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിട്ടുണ്ടായിരുന്നു. അത് ബോധപൂർവമായി അൻവർ തന്നെ ഉണ്ടാക്കിയ ഒരു പിഴവാണോ എന്നൊരു സംശയങ്ങളൊക്കെ തന്നെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പൊതുജനത്തിന് മുന്നിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാനും UDF ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയങ്ക ഗാന്ധി ഈ മണ്ഡലത്തിൽ പര്യടനത്തിന് എത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയങ്ക ഗാന്ധി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ പ്രചാരണത്തിന് പ്രിയങ്ക എത്തുമെന്നൊരു സൂചന ഇപ്പോൾ UDF കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കാരണം സാധാരണ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഈ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും തന്നെ അതിശക്തമായി തന്നെ UDFും പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. മുതിർന്ന നേതാക്കളടക്കം നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ CPM സ്വരാജിന്റെ ഭാഗത്തു നിന്നും PV അൻവറിന്റെ ഭാഗത്തു നിന്നും ശക്തമായ കരുത്തുറ്റ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. പിടിച്ചു നിന്നേ മതിയാകൂ എന്നാണ് എല്ലാവർക്കും